2 ദിവസങ്ങൾക്ക് മുമ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിൽ നടന്ന IPL മത്സരത്തിന്റെ അവസാന ഓവറിൽ ബൗളർ ഭുവനേഷ് കുമാറിന്റെ അവസാന പന്തിൽ രാജസ്ഥാൻ റോയൽസിന് ജയിക്കാൻ വേണ്ടത് 2 റൺസാണ്. നിങ്ങൾ എല്ലാവരും ആ കളി കണ്ടതാണ്. ആ 1 റൺസ് എടുക്കാൻ വേണ്ടി വെസ്റ്റ് ഇൻഡീസ് ബാറ്റ്സ്മാൻ പോവൽ ശ്രമിക്കുമ്പോൾ LBW ഔട്ടായ കഥ. എന്നാൽ ആ സമയത്ത് ആ LBW തേർഡ് അമ്പയർ ആണ് അംഗീകരിച്ചത്. ഇവിടെ ആ സമയത്ത് ആ കളി കണ്ട ആൾക്കാർക്ക് അറിയാം പോവൽ റൺസ് ഓടിയെടുക്കുകയായിരുന്നു. പോവൽ 2 റൺസ് ഓടി എടുത്തിരുന്നുവെങ്കിൽ തേർഡ് അമ്പയർ അത് ഔട്ടല്ല എന്ന് വിധിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ജയിക്കുമോ? അതാണ് ചോദ്യം. നമുക്കറിയാം 2 റൺസ് ഓടി എടുത്ത സ്ഥിതിക്ക് രാജസ്ഥാൻ റോയൽസ് ജയിക്കേണ്ടതാണ്. പക്ഷേ ICCയുടെ നിയമം പറയുന്നത് രാജസ്ഥാൻ റോയൽസ് തോൽക്കും, ഹൈദരാബാദ് ജയിക്കും എന്നാണ്. എങ്ങനെയെന്നല്ലേ? ഫീൽഡ് അമ്പയർ ഔട്ട് വിധിച്ചാൽ ആ നിമിഷം ബോൾ ഡെഡായി എന്നാണ് നിയമം. ഡെഡായ ബോളിന് മുകളിൽ പിന്നീട് റൺസ് ഓടിയെടുക്കാൻ നിയമം സമ്മതിക്കാത്തത് കൊണ്ട് ഹൈദരാബാദ് ജയിക്കുകയും രാജസ്ഥാൻ റോയൽസ് തോൽക്കുകയും ചെയ്യും. വേൾഡ് കപ്പ് ഫൈനലിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ എപ്പോ അടി ഉണ്ടായെന്ന് ചോദിച്ചാൽ മതിയല്ലേ?